സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇച്ചിരി വലിയ ഒരു മദർ ബാഗാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ, അതുപോലെ മറ്റുള്ള ബേബീസിൻ്റെ കുഞ്ഞു ഉടുപ്പുകൾ, അതുപോലെ യാത്ര പോകുന്ന സമയത്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഇച്ചിരി വലുതാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു കളർ തുണിയാണ്. ഇതിൻ്റെ വിവിധ കളറുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പിളാണ് അടിക്കുന്നത്. ഇതിൻ്റെ വിവിധ മോഡലുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു സാമ്പിൾ അടിച്ചു വരുമ്പോൾ നമ്മൾ മുന്നേ വീഡിയോസുകളിലൊക്കെ പറഞ്ഞു, ഒരു സാമ്പിൾ അടിക്കുമ്പോൾ 2, 3, 4, 5 പീസൊക്കെ ചിലപ്പോൾ അടിക്കും. അങ്ങനെ അടിച്ച് അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് അത് മാറുക. അപ്പോൾ അതിൽ വരുന്ന ഓരോ കംപ്ലൈൻറ്റുകൾ, അളവ് ഇനി വേണോ വേണ്ടേ, അങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സാമ്പിൾ പീസ് അടിച്ച് കഴിയുമ്പോഴാണ് നമുക്കറിയാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പിൾ പീസ് എടുത്തിട്ട് അതിനെ കോപ്പി പോലെ ചെയ്യണം. പൊതുവെ ഞാനങ്ങനെ ചെയ്യാറില്ല. നമ്മളിങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. 2, 3 പീസ് അടിച്ചാലും നമുക്ക് നമ്മളുടേതായ ഒരു മോഡലും ഒരു ഐഡിയയും കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് കാണാം. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് സൈഡ് വശത്ത് വരുന്ന ബോർഡറാണ്. ഇത് ചെറിയൊരു ഓവൽ ഷേപ്പൊക്കെ ആയിട്ടുള്ളൊരു ഷേപ്പാണ്. ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്ന ഒരു പാർട്സാണ്. ഇത് ഫ്രണ്ടും ബാക്കുമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ ഒരു 2 ഹാൻഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ആദ്യം ഇവിടെ ഫ്രണ്ടിലൊരു പോക്കറ്റ് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളൊരു മൈൻഡിൽ ഉണ്ടാവണം പോക്കറ്റ് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെ വരിക വെച്ചാൽ ഏകദേശം ഇതുവരെ വന്നു. അപ്പോൾ ഏകദേശം പോക്കറ്റ് ഇവിടെ വരണം. ഈ ഒരളവിലാണ് നമ്മൾ പോക്കറ്റ് കൊടുക്കേണ്ടത്. ഏകദേശം കറക്റ്റ് ആവും. അപ്പോൾ നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേ അളവിൽ തന്നെ നമ്മളൊരു ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേ അളവിൽ തന്നെ പോക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലൈനിങ് എടുക്കുകയാണ്. നമ്മളെങ്ങനെയാണ് ഓരോ മോഡലുകൾ ഡിസൈൻ ചെയ്യണമെന്ന് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സിബ് അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ സ്പോഞ്ചൊക്കെ ഇടാം. അത് ഇതൊരു സാമ്പിൾ പീസാണല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്രൊഡക്ഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തെർമോക്കോൾ, നല്ല സ്പോഞ്ച് പോലത്തെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കും. അപ്പോഴാണ് ആ ബാഗ് നല്ലൊരു പിടിക്കുന്ന സമയത്ത് നല്ലൊരു സ്മൂത്ത് കിട്ടും. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു തുണിയാണ്. ഇതിൽ നമ്മൾ ഇഷ്ടം പോലെ സ്കൂൾ ബാഗുകൾ ഒക്കെ വരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെ പോക്കറ്റ് വർക്ക് കഴിഞ്ഞു. ഇത് സെൻറ്റർ വശത്ത് നമ്മളൊരു സ്റ്റിക്കർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു ഭംഗി കിട്ടുമല്ലോ, പ്ലെയിനായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനൊക്കെ നല്ല വെറൈറ്റി സ്റ്റിക്കറുകൾ കിട്ടും. നമ്മളിപ്പോൾ ഇതാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.
ഇനി ഇതിന്മേൽ നമ്മൾ ഇനി ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഇവിടെ ഒരു തുണ്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഹാൻഡിൽ ഇവിടെ കൊടുക്കും. ഹാൻഡിൽ പല രൂപത്തിൽ അടിക്കാം. അപ്പം നമുക്കൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് ഈ ഒരു തുണ്ട് വെച്ച് അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കില്ല നല്ലത് തോന്നുന്നു. ഈ തുണ്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കാം. അത് നെക്സ്റ്റ് മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഹാൻഡിൽ. അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ കൈ പെട്ടെന്ന് പൊട്ടി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഇതുപോലത്തെ ബാഗുകളുടെ ഒക്കെ കൈ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നതായിട്ട് കാണാം. ഒന്നുമില്ല, അത് ഇതുപോലെ ഒരു സ്ട്രാപ്പ് അതിൻ്റെ അകത്ത് സ്ട്രോങ്ങിന് വേണ്ടി കൊടുത്താൽ മതി. ഇത് നമ്മൾ വെളിയിൽ കാണില്ല, പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യണമല്ലോ. ഡൽഹിയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന പല ബാഗുകളും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിട്ട് വരും. അതേ റേറ്റിൽ നമുക്ക് തന്നെ ഇവിടെ പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ആ സാധനം തീരെ ലാസ്റ്റ് ചെയ്യൂല. നമ്മൾ വിചാരിക്കും അവിടെ റേറ്റ് കുറവും നമ്മളവിടെ കൂടുതലായിട്ട് ഇല്ല, അതേ റേറ്റ് തന്നെ നമുക്കും അതേ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യാം, പക്ഷേ ക്വാളിറ്റി തീരെ ഉണ്ടാവില്ല. അങ്ങനെ നമ്മളുടെ ഷോൾഡറിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഇത് സെൻറ്റർ ആയിട്ട് കട്ട് ചെയ്യാണ്. ചെയ്തു. ഇനി നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ തുണ്ട് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ്. ഇതിന് നമ്മളൊരു സാമ്പിൾ പീസാണ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഇതിന് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ചെയ്യും. കുറേ വർക്കുകൾ അകത്ത് കുറേ പോക്കറ്റ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഒരു സാമ്പിൾ നമുക്ക് ഏകദേശം ഒരു അളവ് കിട്ടിയാൽ മതി. പിന്നെ ഈ ഹാൻഡിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഇച്ചിരി വലിയ ഹാൻഡിലാണ്, പറ്റ ചെറുതല്ല. നമ്മൾ കുറച്ച്
ഈ ഒരു അളവിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്റ്റിച്ചോടെ ഇതിൽ ഏറെ കൊടുക്കുകയാണ്. കൈ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിട്ട് വരരുത്. പിന്നെ ഫ്രണ്ട് വശവും ബാക്ക് വശവുമായി. ഇനി നമ്മൾ ഇതിൽ സിബ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിബ്. അങ്ങനെ ഇത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അടിപ്പാടിച്ച് കൊടുക്കണം. ഇതാണ് സൈഡിൽ വരുന്ന ബോർഡർ. ഇതിന്മേൽ നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യാണ്ട്. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൊടുക്കേണ്ട വയറ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വയറ് നമ്മൾ കൊടുക്കും. അപ്പം അതൊന്ന് കോട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനത്. അങ്ങനെ നമ്മളിതിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലാണ് വയറടിക്കേണ്ടത്. ഇതാണ് നമ്മളെ സൈഡിൽ വരുന്ന ബോർഡർ.
ഇത് നമ്മുടെ അടിവശത്ത് വരുന്ന ഒരു തുണ്ടാണ്. ഇതിവിടെ നല്ല ചെറിയ ബോൾട്ടുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അടിയിൽ. പക്ഷെ അത് നമ്മൾ സാമ്പിളായി ചെയ്യുന്നില്ല. നമുക്കിതിൽ വേണ്ടത് ഇതിൻ്റെ അളവ് കൺഫേം ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുള്ളൂ. അകത്ത് വരുന്ന അറകൾ ഡിസൈനുകളൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഇതിൻ്റെ അളവ് സൈസ് എത്രയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മോഡൽ നമുക്ക് എത്ര മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ജോയിൻ്റ് ചെയ്യാണ്. അടിവശമാണ് ഒരു 1/2 ഇഞ്ചൊക്കെയാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് മതിയാവും. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഒന്നുകൂടെ കൊടുക്കാം. മേൽവശത്ത് ഒറ്റൊന്ന് സിമ്പിൾ കൊടുത്താൽ മതി. 2 സ്റ്റിച്ച് വേണമെന്ന് വെച്ചാൽ 2 സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇങ്ങനെയാണ് വരിക. ഇനി ഇതിന്മേൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാഗിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇത് നമ്മൾ റണ്ണർ ഇട്ടൊന്ന് അടയ്ക്കാണ്. ഇവിടെ ചെറിയൊരു ഡീറിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കൊളത്തിടണം തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടാവും. ഇത് രണ്ടിലും കൊടുത്തുകൊണ്ട് ഇനി ഇത് ഫിറ്റ് ചെയ്യാണ്. ഇത് മേൽവശത്തു നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ സെൻറ്റർ മാറൂല. ഇവിടെ നിന്ന് തുടങ്ങാം. അടിവശത്തുനിന്ന് എങ്ങനെ ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അതേ സൈഡും സ്റ്റിച്ച് ചെയ്യാണ്.
ഇത് നമ്മളിതിൻ്റെ വേസ്റ്റ് കട്ട് ചെയ്ത് കളയാണ്. ഈ സിബിൻ്റെ ഭാഗത്തൊക്കെ ഒരു സ്റ്റിച്ച് കൂടെ വരണം. അത് നമ്മൾ ഇതിന് ചെറുതായിട്ടൊരു പൈപ്പിംഗ് കൊടുക്കും. അപ്പോൾ ഒരു സ്റ്റിച്ച് നമുക്ക് എന്തായാലും എക്സ്ട്രാ വരും. ഇതാണ് നമ്മുടെ ബാഗ്. ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഈ രൂപമാണ്. ഇതിൻ്റെ നീളമുള്ളത് 16 ഇഞ്ച് നീളവും ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 13 ഇഞ്ച് ഹൈറ്റും നമ്മുടെ ഈ ബാഗ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ച് നോക്കാം ഇനി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇച്ചിരി വലിയ ബാഗായതുകൊണ്ട് മറിക്കാൻ നല്ല എളുപ്പമാണ്. ബാഗ് 2-3 വർഷമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു യാത്രാ പർപ്പസിനൂടെ പറ്റുന്ന രൂപത്തിലാണ്. ചെറിയൊരു ട്രാവൽ ബാഗായിട്ട് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇതാണ്. ഇത് നമ്മൾ സൈഡിൽ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. നമുക്ക് ഇങ്ങനെ ഷോൾഡർ ഇടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്ട്രാപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ഇതേ തുണി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത പോക്കറ്റ്. ഇനി നമ്മൾ ഇതിൽ ഇച്ചിരിയുടെ മാറ്റം വരുത്തണം. ഈ കൈ ഇച്ചിരിയൂടെ ഇറക്കിയിട്ട് പോക്കറ്റ് ഇത്തിരി താഴത്തൂടെ ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് സിബുള്ള പോക്കറ്റ് ഉണ്ടാവും, വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സൗകര്യം, ഇത്യാദി കാര്യമൊക്കെ നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യും. ഇതിപ്പോൾ നമുക്ക് വേണ്ട ഇതിന്റെ ഒരു അളവ് കിട്ടലായിരുന്നു. അത്യാവശ്യം നല്ലൊരു സൈസാണ് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ മക്കളൊക്കെ ഉണ്ടാവുന്ന ഉള്ള ആളുകൾക്ക് അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെയുള്ള നല്ല സൗകര്യമുണ്ട്. ഇതിൻ്റെ അകം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ ഇതിൽ ഡ്രസ്സുകൾ പോവും. ഇതിൻ്റെ വിവിധ കളറുകൾ നമുക്കിനി ചെയ്യാനുണ്ട്. ഇതിൻ്റെ 6-7ഓളം കളറുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഏതായാലും ഞാനിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വെറൈറ്റി മോഡൽ എങ്ങനെ ഉണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം.